ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ എവിടെയാണ് പോകുന്നതെന്ന്. ഞാൻ ദേ കൊട്ടാരക്കരയിൽ നിന്ന് ആയൂരേക്ക് പോകുന്ന റോഡിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ ആയൂർ എത്തുന്നതിന് മുമ്പ് തന്നെ ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്, മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ ഒരു ഉള്ളേരിയ ഉണ്ട്, കുറച്ച് കാടൊക്കെ പിടിച്ച് കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. ദേ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അവിടെ ഒരു കുബേരൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. എത്തിയത് മനസ്സിലായോ എവിടെയാണെന്ന്? സൂര്യദേവ മഠം കുബേരാശ്രമത്തിലാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾ മുമ്പ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 1-2 വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. എന്നാൽ പിന്നെ ഒന്ന് വന്ന് നോക്കാം, വീഡിയോയിലൊക്കെ പറയുന്നത് കറക്റ്റാണോ എന്നൊക്കെ അറിയണ്ടേ. അങ്ങനെ ഞാനും വന്ന് ഫസ്റ്റ് എൻട്രൻസ് ആണിത്. എൻട്രൻസിൻ്റെ അവിടെ തന്നെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, എന്തൊക്കെ പൂജകളുണ്ട്, ആശ്രമത്തിൽ എന്തൊക്കെയാണ്, അതിനുള്ളിൽ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് ഒക്കെ അതിലവിടെ ഒരു എൻട്രൻസിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ വഴിപാടുകളൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൽ നിന്ന് പോയി ഇത് റെസിപ്റ്റ് എടുക്കണം. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു രീതികൾ. എല്ലാ ശനിയാഴ്ച ദിവസവും അവിടെ പൂജകളൊക്കെ ഉണ്ട്. ഞാൻ ദേ നേരെ പോകുന്നത് കുബേരൻ്റെ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അവിടെ നമ്മൾ എത്തിയ സമയം ഒരു ഉച്ചയായിരുന്നു. ഉച്ച സമയം ആയതുകൊണ്ട് ക്ഷേത്രം അടച്ചിട്ടിരുന്നതാണ്. പക്ഷെ അവരോട് ചോദിച്ചപ്പം അതിനുള്ളിലേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളെയും കൂടി കാണിക്കണ്ടേ, അതിന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറിയത്. ദേ ഞാൻ വന്നു, ഗേറ്റൊക്കെ ഡോറൊക്കെ തുറന്നു വന്നപ്പോഴത്തേക്കിന് ദേ നമ്മുടെ കുബേരൻ ഇരിക്കണ കണ്ടോ, എന്താ ഭംഗിയല്ലേ. കയറിയപ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് കയറി തൊഴുതു. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കാൻ നടക്കുമെന്ന്. ദേ അവിടെ നിന്ന് തൊട്ട് താഴെ ഒരു മഹാകാളിയുടെ ക്ഷേത്രം ഉണ്ടെന്ന് നമുക്ക് അവിടെ ഒരു ചേട്ടൻ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റി എവിടെയൊക്കെ പോവാം എന്നുള്ളത്. അങ്ങനെ തൊട്ട് താഴെ പോകുമ്പോൾ ഒരു വയലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. നമുക്ക് ഇതൊന്നും ഇപ്പോൾ കാണാനില്ല. എല്ലാവരും വയലൊക്കെ നികത്തി മണ്ണൊക്കെ ഇട്ട് വീടൊക്കെ വെച്ച് ബിൽഡിങ്ങുകളൊക്കെ പണിയതല്ലേ. അതുതന്നെ നമുക്കൊന്നും ഇങ്ങനെ കാണാൻ കിട്ടാറില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു എന്താ പറയുക, ഒരു ഹരിതാപകരമായ ഒരു സ്ഥലമാണ്. നല്ല മരങ്ങളുണ്ട്, കിളികളുടെ ശബ്ദങ്ങളുണ്ട്. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്തു കേട്ടോ എനിക്ക്. ദേ അവിടെ തന്നെ ഒരു മഹാകാളിയുടെ ക്ഷേത്രമുണ്ട്. ഉച്ചയായതുകൊണ്ട് ക്ഷേത്രമെല്ലാം അടച്ചിരുന്നതായിരുന്നു, എന്നാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെ മഹാകാളിയുടെ ക്ഷേത്രമുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു മഹാഗണപതിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെയൊക്കെ തൊഴാം. എന്തെങ്കിലും നമുക്ക് സങ്കടങ്ങളോ സന്തോഷങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം. അതിനോട് ചേർന്ന് തന്നെ നാഗരാജാവിൻ്റെയും നാഗേക്ഷിയമ്മയുടെയൊക്കെ വിഗ്രഹങ്ങളുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തൊഴുതിട്ട് തിരിച്ചമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകണത് എവിടേക്കാണ് നിങ്ങൾക്ക് കാണണ്ടേ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതങ്ങനെ അധികമൊന്നും എല്ലാ ആശ്രമത്തിലും ഒന്നും അങ്ങനെ കാണണമെന്നില്ല. ഞാൻ പോയിട്ടുള്ളിടത്ത് കുറച്ചിടത്തൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലായിടവും ഒന്നും കണ്ടിട്ടില്ല. ഇത് മെഡിറ്റേഷൻ കേവ് കേട്ടോ. ഒരു ഗുഹ പോലെയാണ്, ഉള്ളിലേക്കാണ് പോകുന്നത്. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞു അവിടെ പോകരുത്, അവിടെ ലേഡീസിന് പോകാൻ പറ്റില്ല, ജെൻസിന് മാത്രമേ മെഡിറ്റേഷൻ കേവിൽ കയറാൻ പറ്റൂ. കാരണം അതിലൊരു നാഗരാജാവിൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്, അതിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ മാത്രം പോയതേ ഉള്ളൂ. പിന്നെ അവിടെ അളകാപുരി ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. ഇപ്പം 2 ദിവസമൊക്കെ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വന്ന് നിന്ന് നമുക്കവിടെ യോഗ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അവർ യോഗ സ്റ്റുഡിയോ പണിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് അവർ യോഗയുടെ ക്ലാസ്സുകളെല്ലാം നടത്തുന്നത്. ഇപ്പോൾ 2 ദിവസമൊക്കെ പോയി അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിന്ന് യോഗ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാം. നമ്മൾക്ക് സ്ട്രെസ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവിടെ പോയി നിന്ന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ പോയിട്ട് വൈകിട്ട് വരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറേ പ്ലാവുണ്ട്, തെങ്ങുണ്ട്, കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ വാളിലെല്ലാം കുറേ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും എടുത്തിട്ടില്ല, കുറച്ചൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. ദീക്ഷ സ്വീകരിച്ചേക്കുന്നതിൻ്റെയും കുറേ ചുമരിൽ കുറേ ചിത്രങ്ങളുണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു വിഷ്ണുമായ ക്ഷേത്രവും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയില്ല, അടച്ചിട്ടേക്കാണ്. അവിടെ നമുക്കങ്ങനെ വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമ്മളങ്ങനെ എടുത്തില്ല. അതിനോട് ചേർന്ന് തന്നെയാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് സിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ ഇങ്ങനെ പോയിരിക്കാം. നമുക്ക് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തിരികെ പോരാം. ഇങ്ങനെ ചുമരിലെല്ലാം കുറേ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്.
നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കിനും മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. ദേ നമ്മുടെ കള്ളകൃഷ്ണൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. പുള്ളി ചെറുതായിട്ട് പിണങ്ങിയാലോ എന്ന് വെച്ചിട്ട് അതും എടുത്തിട്ടാണ് വന്നേ. അങ്ങനെ വന്നപ്പോൾ ഈ സരസ്വതി മണ്ഡപം ഉണ്ട് കേട്ടോ. സരസ്വതി മണ്ഡപത്തിലാണെങ്കിൽ നല്ല ഭയങ്കര ഭംഗിയാണ് അത് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് കാണാനായിട്ട്. അവിടെയും സിറ്റിംഗ് ഏരിയ കൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഈ വന്ന സമയത്ത് പിള്ളേരൊന്നും ഇതൊന്നും ഇങ്ങനെയൊന്നും കാണുന്ന തന്നെ ഭയങ്കര അപൂർവമായിട്ടായിരിക്കും. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കൊണ്ടുവരണേ. അങ്ങനെ മൊത്തം വീഡിയോയും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, മഴയായിപ്പോയി. എന്നാൽ മഴയത്തും കൂടെ കുറച്ച് നേരം ഇരിക്കാം, എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാമല്ലോ. അറ്റ്മോസ്ഫിയർ അടിപൊളി, സൂപ്പർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ സമയം കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് പോകണമേ. എനിക്കത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും കൂടി കമൻറ്റ് ചെയ്യണം. അവിടെ ശനിയാഴ്ച ദിവസങ്ങളിൽ കുബേര പൂജ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ പൂജയുണ്ട്. നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസം പോയി കഴിഞ്ഞാൽ ആ പൂജയിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും പോകണം കേട്ടോ. പോയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റിൽ ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.